വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ പോലും സഖാവ് കാര്യമായി ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളിയുമായി തെറ്റിയ വിദ്യാസാഗറും മറ്റും ഏറ്റെടുത്ത ഹിന്ദു പാർലമെന്റിനെ ശക്തമായി പ്രോത്സാഹിപ്പിക്കാൻ സഖാവ് നേരിട്ട് രംഗത്തിറങ്ങി. ഹിന്ദു പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സംഘീയ ഏർപ്പാടാണെന്നും പറഞ്ഞ് ശത്രുക്കൾ നടത്തുന്ന പ്രചാരണവും പിണറായി തള്ളിക്കളഞ്ഞു. സകല സംഘികളെയും നോക്കുകുത്തിയാക്കി ഹിന്ദു പാർലമെന്റിൽ പോയി പ്രസംഗിച്ചു കളഞ്ഞു പിണറായി വിജയൻ. ഗ്ലാനിർഭവതി ഭാരത. ഹിന്ദു ജാതി സംഘടനകൾ യോജിച്ച് പ്രവർത്തിക്കുന്നത് വർഗീയതയോ ജാതീയതയോ വളർത്താനല്ല, മറിച്ച് അതൊരു സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമാണ്. ഹിന്ദു ജാതികൾ പരസ്പരം കൂട്ടായ്മയോടെ പ്രവർത്തിച്ചാൽ കാലാന്തരത്തിൽ ജാതി വ്യത്യാസം അവസാനിച്ച് പൊതുവായ ഒരു ഹിന്ദു സ്വത്വത്തിൻ്റെ പാതയിലേക്ക് എത്തപ്പെടും. ഹിന്ദു സ്വത്വം എന്താണെന്നുള്ളത് അടുത്ത വാചകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദു സ്വത്വം എന്ന് പറഞ്ഞാൽ അതൊരു മതം പോലുമല്ല, ഉത്കൃഷ്ടമായ ജീവിത രീതിയാണ്. അപ്പോൾ എന്നെപ്പോലൊരാൾക്ക് ഇതുമായി വ്യത്യസ്തത ഉണ്ടാകേണ്ടത് എവിടെയാണ്, ഏത് കാര്യം വെച്ചാണ്? അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നേരത്തെ നിശ്ചയിച്ചത്. ഈ നോട്ടീസും മറ്റും വന്നപ്പോൾ ആ തീരുമാനത്തിൽ ഒരു അപാകതയുമില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരു അപാകതയുമില്ലെന്ന് വ്യക്തമായതിനെ തുടർന്ന് സിന്ധു നദീതടത്തിൽ രൂപപ്പെട്ട ഹിന്ദു എന്ന സംസ്കാരത്തെക്കുറിച്ച് പിണറായി വാചാലനായി. വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും നിരവധി ഉദ്ധരണികളും തട്ടിവിട്ടു. സാക്ഷാൽ കുമ്പിടിയെ തോൽപ്പിക്കുന്ന മതപ്രാവീണ്യം. ലോകാ സമസ്തോ സുഖിനോ ഭവന്തു. കുമ്പിടിക്ക് ഗുരുസ്ഥാനിയൻ ചങ്ങരപ്പള്ളി കുഞ്ഞൂട്ട പണിക്കർ. കുണ്ഡലിനി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മദളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ. ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കുറുമ്പത്തറയിൽ ഒരു ബാധോദരോ. ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സന്ദേശം ലോകത്തിന് നൽകിയ ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഗ്ലാനിർഭവതി ഭാരത. ഒരാൾക്കും കുടുംബത്തിനും മാത്രമല്ല, ലോകത്തിലുള്ള സകലമാനവർക്കും സുഖമുണ്ടാവട്ടെ എന്നാണ്. ദുർവാശി, ദുശാഠ്യം, ദുരാഗ്രഹം. കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട്. കർമാധിപന്റെ ബലഹീനത, വിളർച്ച. മാ വിദിഷാവഹൈ ഇന്ത്യയിൽ ഒരു കാലത്ത് മുഴങ്ങിക്കേട്ടതാണിത്. ഗ്ലാനിർഭവതി ഭാരത എന്ന് പറഞ്ഞാൽ ആരോടും വിദ്വേഷം ഉണ്ടാകരുത്. സമാനം മന സഹ ചിത്തമേഷം, ഇതാണ് ഋഗ്വേദം പറഞ്ഞത്. നിങ്ങളുടെ മനസ്സുകൾ പോലും രഞ്ജിപ്പോടെ കഴിയട്ടെ എന്നാണ് ഋഗ്വേദം ഉദ്ബോധിപ്പിച്ചത്. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിഘ്നമായുള്ളതെല്ലാം ഇല്ലാതെയാകണം. മതസ്വഭാവത്തോടു കൂടിയ പേരായി ഹിന്ദു കടന്നു വരുന്നത് 14-ാം നൂറ്റാണ്ടിലാണ്. ഗ്ലാനിർഭവതി ഭാരത. ഫുത്തുഹുസ, ഗ്ലാനിർഭവതി ഭാരത. ഫുത്തുഹുസലാത്തിൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ആദ്യമായി കടന്നു വരുന്നത്. ആ ഗ്രന്ഥം അബ്ദുൾ മല്ലിക് ഇസാമിയുടേതായിരുന്നു. പ്രവർത്തിക്ക് നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. പിന്നീട് 16-17 നൂറ്റാണ്ടുകളിൽ ചൈതന്യ ചരിതമാല മുതലായ കൃതികൾ ഉണ്ടായി. അപ്പോഴാണ് ഹിന്ദു എന്ന പദത്തിന് ഇപ്പോ കാണുന്ന അർത്ഥം വന്നു ചേരുന്നത്. ഹിന്ദു മതത്തിന് ഒരു സ്ഥാപകനില്ല, ആധികാരികമായ പ്രാമാണിക ഗ്രന്ഥമില്ല. സെമറ്റിക് മതങ്ങൾക്കുള്ളതുപോലെ ഒരു ഭാരവാഹി ഘടനയുമില്ല, ഏകദൈവ വിശ്വാസമില്ല, പ്രവാചകനില്ല. എന്നാൽ അടുത്ത കാലത്ത് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും സെമറ്റിക് ഘടനയോട് കൂടിയതായി ഈ ഹിന്ദു മതത്തെ മാറ്റാനുമുള്ള ശ്രമം നടക്കുന്നത് നാം മറക്കേണ്ടതില്ല. ആള് ചില്ലറയല്ല, ഇത്തിരി കട്ടിയുള്ളതാ. അപ്പൊ മതം എന്നതിനപ്പുറം ഒരു ജീവിതക്രമം, അതല്ലേ ഇത് എന്ന ചിന്ത വീണ്ടും ശക്തിപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ്. ആപതികിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ തൽസ്മരണം കിം കുരുതേ ബ്രഹ്മാദീനപിച കിങ്കരീ കുരുതേ. പരിപാടി എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ നാടിന് ആവശ്യമായ ഒരു പരിപാടിയാണ്.
രാജ്യത്തിന് തന്നെ ആവശ്യമായ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള വിഷമവും ഇല്ലാതെ തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. പിണറായിയെ സമ്മതിക്കണം. എവിടുന്ന് പഠിക്കുന്നു ഇതെല്ലാം? എന്തായാലും ഈ വൈദഗ്ധ്യമൊക്കെ കണക്കിലെടുത്ത് VS-നെ മത്സരിപ്പിച്ചാലും ജയിപ്പിച്ചാലും പിണറായി തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ഇതിനാൽ തെര്യപ്പെട്ടിരിക്കുന്നു. ആ കസേരയ്ക്കായി ഇനിയൊരു തമ്മിൽ തല്ലിന് പിണറായിക്ക് കെൽപ്പുമില്ല. VS-എ രക്ഷ. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് കഥാപ്രസംഗം. നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ ഒരു മുഖ്യമന്ത്രി